പറയുന്ന യൂണിറ്റിന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് ഇന്നിവിടെ നടത്തുന്നത്. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ യൂണിറ്റ് ആരംഭിക്കുന്നത് പീരിയോഡിക് ടേബിളിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞുകൊണ്ടാണ്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാകുന്നതിന് മുമ്പ് പല സയന്റിസ്റ്റുകളും മെറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഡോബ്രൈനർ ട്രയാഡ്സ്, ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് ഇങ്ങനെയുള്ള പഴയകാല ക്ലാസിഫിക്കേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലാസിഫിക്കേഷനായ മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ മെന്റലീവ്സ് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നു. മെന്റലീവ്സ് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നതിന് മുൻപായിട്ട് മെന്റലീവ്സിന്റെ പീരിയോഡിക് ലോ നമ്മൾ പഠിക്കുന്നുണ്ട്. പീരിയോഡിക് ലോ പറയുന്നത് the properties of elements are the periodic function of their atomic mass എന്നാണ് മെന്റലീവ്സിന്റെ പീരിയോഡിക് ലോ പറയുന്നത്. ഒരു എലമെന്റിന്റെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, വിച്ച് ഡിപെൻഡ്സ് ഇറ്റ്സ് അറ്റോമിക് മാസ്, അല്ലെ, അതിന്റെ അറ്റോമിക് മാസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് മെന്റലീവ്സിന്റെ പീരിയോഡിക് ലോ പറയുന്നത്. ഈ പീരിയോഡിക് ലോയെ ബേസ് ചെയ്തിട്ട് മെന്റലീവ് അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഏകദേശം 50ഓളം എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തു. ആ ക്ലാസിഫിക്കേഷന് പറയുന്ന പേരാണ് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ. മെന്റലീവ്സിന്റെ പീരിയോഡിക് ടേബിളിൽ എലമെന്റുകളെ ഹൊറിസോണ്ടൽ ഗ്രൂപ്പുകൾ, ഹൊറിസോണ്ടൽ റോസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ റോസിനെ നമ്മൾ അവിടെ പീരിയഡ് എന്നാണ് വിളിച്ചത്. അതുപോലെ വെർട്ടിക്കൽ കോളംസിനെ ഗ്രൂപ്പ്സ് എന്നും വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിളിൽ ഉള്ളതുപോലെ തന്നെ പീരിയഡ്, ഗ്രൂപ്പ് എന്നീ രണ്ട് വിഭാഗമായിട്ട് എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ എലമെന്റുകളെയും ഈ അറ്റോമിക് മാസിന്റെ ഓർഡറിൽ മെന്റലീവ് അറേഞ്ച് ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ പ്രോപ്പർട്ടീസ് വരുന്ന, ഒരേ പ്രോപ്പർട്ടീസ് വരുന്ന എലമെന്റുകൾ ഒരേ ഗ്രൂപ്പിൽ വരുന്നതായിട്ട് കണ്ടു. ഇനി ഇതാണ് എന്തെല്ലാമാണ് മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും, എന്തൊക്കെ മെറിറ്റും എന്തൊക്കെ പോരായ്മകളാണ് അതിന് ഉള്ളതെന്നാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ അന്ന് കണ്ടുപിടിച്ച ഓൾമോസ്റ്റ് എല്ലാ എലമെന്റുകളെയും ആ പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതതിന്റെ ഒരു മെറിറ്റാണ്. എന്നാൽ ബാക്കിയുള്ള ഡോബ്രൈനർ ട്രയാഡ്സ്, ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് ഇതിനെല്ലാം എല്ലാ എലമെന്റുകളെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മെന്റലീഫിന് അന്ന് കണ്ടുപിടിച്ച എല്ലാ എലമെന്റുകളെയും അതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. അതുപോലെ ചില എലമെന്റുകളുടെ അറ്റോമിക് മാസ്, റോങ് അറ്റോമിക് മാസ് ആയിരുന്നു അതുവരെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ആ റോങ് അറ്റോമിക് മാസുകൾ കറക്റ്റ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ അതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഇല്ലാത്ത ചില എലമെന്റുകൾക്ക് വേണ്ടിയിട്ട് ഗ്യാപ്പ് വിട്ടു, അല്ലെ. He left vacant places for undiscovered elements and predicted some of their properties. നമ്മൾ പറഞ്ഞു എക്ക അലൂമിനിയം, എക്ക സിലിക്കൺ എന്നൊക്കെ പറഞ്ഞിട്ട് പേരിട്ടിട്ടുണ്ട്. അതിന്റെ പ്രോപ്പർട്ടീസ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ചില എലമെന്റുകൾ, അന്ന് കണ്ടുപിടിക്കപ്പെടാത്ത ചില എലമെന്റുകൾക്ക്, അല്ലെ. അതുപോലെ ഓൾമോസ്റ്റ് സെയിം പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റുകളെ എല്ലാം ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. ഇതെല്ലാം മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് എന്തൊക്കെയാണ് മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. അന്നത്തെ പീരിയോഡിക് ടേബിളിൽ, മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജൻ ഒരു എക്സാക്ട് പൊസിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അതൊരു ഇതിന്റെ ഡിമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ ഒരു ലാന്തനോയിഡ്സിനും ആക്ടിനോയിഡ്സിനും ഒരു എക്സാക്ട് പൊസിഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ വേറൊരു ഡിമെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഐസോടോപ്പുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത്, അല്ലെ. എല്ലാ എലമെന്റുകൾക്കും ഐസോടോപ്പുകൾ ഉണ്ടായിരിക്കും. ഈ ഐസോടോപ്സിനെ കുറിച്ച് ഒന്നും തന്നെ മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ ചില എലമെന്റുകളുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് കൊടുത്തത്. അയോഡിൻ, ടെലൂറിയം പോലെയുള്ള എലമെന്റുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്തിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിൾ, അതിന്റെ ആ ക്ലാസിഫിക്കേഷൻ, മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ തെറ്റായ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. മെന്റലീഫിന്റെ പീരിയോഡിക് ലോ പറയുന്നത് എന്താണ്? പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്തിന്റെ ഫംഗ്ഷൻ ആണ്? അറ്റോമിക് മാസിന്റെ ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്, അല്ലെ. അത് തെറ്റാണ്. അറ്റോമിക് നമ്പറിന്റെ ഫംഗ്ഷൻ ആണ്, അല്ലെ. അറ്റോമിക് നമ്പറിന്റെ ഫംഗ്ഷൻ ആണ് പ്രോപ്പർട്ടീസ്.
എന്നാണ് നമുക്ക് പറയാൻ, ശരിയായിട്ട് അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ തെറ്റായ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലേ, നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ അറ്റോമിക് മാസിനെ ബേസ് ചെയ്തിട്ട്, അതായത് തെറ്റായ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു റോങ് കോൺസെപ്റ്റിനെ തിരുത്തിക്കൊണ്ട് മോഡേൺ പീരിയോഡിക് ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. മോഡേൺ പീരിയോഡിക് ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് മോഡേൺ പീരിയോഡിക് ലോയെ ബേസ് ചെയ്തിട്ടാണ്. ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് മോഡേൺ പീരിയോഡിക് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്? മെൻഡലീഫിന്റെ പീരിയോഡിക് ലോയിലെ അറ്റോമിക് മാസ് എടുത്ത് അതിന് പകരം അറ്റോമിക് നമ്പർ കൊടുത്തു. അതാണ് തെറ്റായ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോ ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് നമ്പർ. അതാണ് മോഡേൺ പീരിയോഡിക് ലോ. ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് നമ്പർ എന്ന് നമുക്ക് പറയാം. ഇനി ഈ പീരിയോഡിക് ലോയെ, മോഡേൺ പീരിയോഡിക് ലോയെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്, അല്ലെങ്കിൽ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ ആണ്. അപ്പൊ ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലോയെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത് എന്താണ്? ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് നമ്പർ എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് അതിന്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആണ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിൽ 7 ഹൊറിസോണ്ടൽ റോസ് ആണുള്ളത്, അതായത് 7 പീരിയഡുകളാണുള്ളത്. എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 വെർട്ടിക്കൽ കോളംസ് അല്ലെങ്കിൽ 18 ഗ്രൂപ്പ്സ് അല്ലെ. അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിളിൽ 7 പീരിയഡുകളും 18 ഗ്രൂപ്പുകളുമാണുള്ളത് അല്ലെ. ഇവിടെ എലമെന്റുകളെ നമ്മൾ അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തപ്പോൾ ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് എല്ലാം ഒരേ ഗ്രൂപ്പിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതായത് ഒരേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സെയിം വാലൻസി വരുന്ന എലമെന്റുകളെല്ലാം ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പറയാനുള്ള ബ്ലോക്കുകളെ കുറിച്ച്, സ്ട്രക്ചറൽ ഫീച്ചേഴ്സിൽ നമ്മൾ ഗ്രൂപ്പും പീരിയഡും എത്രയാണെന്ന് പറഞ്ഞു. 7 പീരിയഡും 18 ഗ്രൂപ്പുകളുമാണുള്ളത്. ഇനി ഇവിടെ പീരിയഡിന്റെ കേസിൽ പറയുമ്പോൾ 7 പീരിയഡുകളാണെന്ന് പറഞ്ഞു. ഏറ്റവും ചെറിയ പീരിയഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് പീരിയഡാണ്. ആകെ 2 എലമെന്റുകളേ ഉള്ളൂ, ഹൈഡ്രജനും ഹീലിയവും. ഏറ്റവും വലിയ പീരിയഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 6th പീരിയഡ് ആയിട്ട് പറയാം. ഏകദേശം 32 എലമെന്റുകളുള്ള 6th പീരിയഡാണ് ലോങ്സ്റ്റ് പീരിയഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഗ്രൂപ്പുകളുടെ കേസിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. തേർഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ തേർഡ് ഗ്രൂപ്പ് തൊട്ട് 12th ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സുകളെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നു. 13th ഗ്രൂപ്പ് 12th ഗ്രൂപ്പ് വരെയാണ് ട്രാൻസിഷൻ എലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 13th ഗ്രൂപ്പ് ബോറോൺ ഫാമിലി, 14th ഗ്രൂപ്പ് കാർബൺ ഫാമിലി, 15th ഗ്രൂപ്പ് നൈട്രജൻ ഫാമിലി, 16th ഗ്രൂപ്പ് ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ ചാക്കോജൻസ്, 17th ഗ്രൂപ്പ് ഹാലജൻ, 18th ഗ്രൂപ്പ് നോബിൾ ഗ്യാസ്. ഇങ്ങനെയാണ് ഗ്രൂപ്പുകൾക്ക് പേര് നൽകിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബ്ലോക്കുകളെ കുറിച്ച് പഠിക്കാം. ബ്ലോക്കുകളെ കുറിച്ച് നമ്മൾ പീരിയോഡിക് ടേബിളിൽ ഉള്ള ആകെയുള്ള എലമെന്റുകളെ 4 ബ്ലോക്കുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ 4 ബ്ലോക്കുകളിൽ വാലൻസ് ഇലക്ട്രോൺ, ഓരോ എലമെന്റുകളുടെയും വാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് ഏത് ഓർബിറ്റലിലാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ 4 ബ്ലോക്ക് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തേത് എസ് ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് എസ് ഓർബിറ്റലിലാണ്. ഈ എസ് ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്ത അല്ലെങ്കിൽ എസ് ബ്ലോക്ക് എലമെന്റ്സിൽ ഉൾപ്പെടുന്നത് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പുമാണ്. ദെൻ പി ബ്ലോക്ക് എലമെന്റ്സ്, വാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് പി ഓർബിറ്റലിലാണ്. 13th ഗ്രൂപ്പ് തൊട്ട് 18th ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സ് പി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. ദെൻ ഡി ബ്ലോക്ക് എലമെന്റ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. ട്രാൻസിഷൻ എലമെന്റ്സ് ഡി ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. 3rd ഗ്രൂപ്പ് തൊട്ട് 12th ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സ് ആണ് ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത്. ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ഒരു കാറ്റഗറിയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. എല്ലാം മെറ്റലുകളാണ്, നല്ല കളേർഡ് കോമ്പൗണ്ടുകൾ തരും, കാറ്റലിസ്റ്റുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു കാറ്റഗറിയാണ് ഡി ബ്ലോക്ക് എലമെന്റ്.
ദെൻ എഫ് ബ്ലോക്ക് എലമെന്റ്, വാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എഫ് ഓർബിറ്റലിലാണെങ്കിൽ നമുക്കതിനെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കാം. എഫ് ബ്ലോക്ക് എലമെന്റ്സ് ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും, ഇങ്ങനെ രണ്ട് സീരീസ് ആണ്. 14 എലമെന്റുകൾ വീതമുള്ള രണ്ട് സീരീസുകളായിട്ട് ആണ് എഫ് ബ്ലോക്ക് എലമെന്റ്സുകൾ കിടക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്, ഇങ്ങനെയും നമുക്ക് പീരിയോഡിക് ടേബിളിലുള്ള എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്യാം. മെറ്റൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്കറിയാം, ഇലക്ട്രോ പോസിറ്റീവായ എലമെന്റുകളെയാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഒരു പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മെറ്റലുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് നെഗറ്റീവ് ചാർജുള്ള അയോണായി മാറാൻ കഴിയുന്ന എലമെന്റുകളാണ് നോൺ മെറ്റൽസ്. പീരിയോഡിക് ടേബിളിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നോൺ മെറ്റൽസിനെ നമുക്ക് കാണാൻ പറ്റുക. ഇനി മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെറ്റലോയിഡ് എന്ന് പറയുന്നത് ചില എലമെന്റുകൾ മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും ക്യാരക്ടർ കാണിക്കും, അല്ലേ? സം എലമെന്റ്സ് ഷോ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അങ്ങനെയുള്ള എലമെന്റുകളെ പറയുന്ന പേരാണ് മെറ്റലോയിഡ്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജർമേനിയം, സിലിക്കൺ, ആന്റിമണി, ഇതൊക്കെ മെറ്റലോയിഡ്സ് ആണ്. അത് ഏകദേശം പീരിയോഡിക് ടേബിളിന്റെ ഏകദേശം മെറ്റലിന്റെയും നോൺ മെറ്റലിന്റെയും ഇടയിലായിട്ട് ഏകദേശം ഒരു മിഡിൽ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും മെറ്റലോയിഡ്സിനെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയും നമുക്ക് പീരിയോഡിക് ടേബിളിലുള്ള എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നോമൻക്ലേച്ചർ ഓഫ് എലമെന്റ്സ് വിത്ത് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100. അറ്റോമിക് നമ്പർ 100ന് മുകളിലുള്ള എലമെന്റുകളെ എങ്ങനെ നെയിം ചെയ്യാം? നമ്മൾ മുമ്പ് അതിൽ പഠിച്ചിട്ടുണ്ട്. അത് നെയിം ചെയ്യുന്നതിന് വേണ്ടി അറ്റോമിക് നമ്പർ 100ന് മുകളിലുള്ള എലമെന്റ് ആകുമ്പോൾ അതിന്റെ അറ്റോമിക് നമ്പറിൽ 3 ഡിജിറ്റ് ഉണ്ടായിരിക്കും. ആ ഡിജിറ്റിനെ ബേസ് ചെയ്തിട്ട് 0 ആണെങ്കിൽ നിൽ, 1 ആണെങ്കിൽ അൺ, 2 ബൈ, 3 ട്രൈ, 4 ക്വാഡ്, 5 പെന്റ്, 6 ഹെക്സ്, 7 സെപ്റ്റ്, 8 ഒക്ട്, 9 എൻ. ഇങ്ങനെ ആ 3 ഡിജിറ്റുകളിൽ ഓരോ ഡിജിറ്റിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർഡ് എന്താ, അല്ലെങ്കിൽ ആ നെയിം എന്താണോ അത് ചേർത്ത് വെക്കുക. 3 നെയിമുകളും കൂടെ ചേർത്ത് വെച്ച് അതിൻ്റെ കൂടെ IUM എന്നുകൂടെ ചേർത്താൽ അതിൻ്റെ നെയിമായെന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ 109 ഉള്ള എലമെന്റിനെ നമുക്ക് എങ്ങനെ നെയിം ചെയ്യാം? 109, 109 ആണെങ്കിൽ അവിടെ 3 ഡിജിറ്റുകളാണുള്ളത്, 109. അപ്പോൾ 1ന് നമ്മൾ അൺ എന്നാണ് പറയുന്നത്, 0ക്ക് നിൽ എന്നാണ് പറയുന്നത്, 9ന് എൻ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അൺ, നിൽ, NEM, അല്ലേ? അതിനെങ്ങനെ അബ്രിവിയേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും? അണ്ണിന് U, നില്ലിന് N, NEM, Nന് E. അപ്പോൾ UNE എന്നതിന്റെ അബ്രീവിയേഷൻ കൊടുക്കും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 100ന് മുകളിലുള്ള അറ്റോമിക് നമ്പർ 100ന് മുകളിലുള്ള എലമെന്റുകളെ എങ്ങനെ നെയിം ചെയ്യാം? അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതാണ് പിന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ അറ്റോമിക് നമ്പറിലുള്ള 3 ഡിജിറ്റുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം കൊടുക്കുക, അതിന് കൂടെ EM എന്നും കൂടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എലമെന്റിന്റെ പൊസിഷൻ എങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാമെന്നാണ്. അപ്പൊ ആദ്യം നമുക്ക് എലമെന്റിന്റെ അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഏത് ഓർബിറ്റലിലാണ്, അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് നമുക്ക് അതിന്റെ ബ്ലോക്ക്, ഗ്രൂപ്പ്, അതിന്റെ പീരിയഡ്, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാം. എസ് ബ്ലോക്ക് എലമെന്റുകൾക്കാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്, വാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് ഓർബിറ്റലിലാണെങ്കിൽ അവിടുത്തെ ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിന്റെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയായിരിക്കും അതിന്റെ ഗ്രൂപ്പ്. ഓക്കെ, എസ് ബ്ലോക്കിലുള്ള ഒരു എലമെന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കണം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് എസ് ഓർബിറ്റലിലാണെങ്കിൽ അത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. എസ് ബ്ലോക്ക് എലമെന്റുകളാണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ ആ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. ഇപ്പോൾ വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ എസ് ഓർബിറ്റലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണെങ്കിൽ അത് സെക്കൻഡ് ഗ്രൂപ്പ് ആയിരിക്കും. എസ് ഓർബിറ്റലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണെങ്കിൽ അത് ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും, അല്ലേ? അപ്പോൾ എസ് ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് എസ് ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. അവിടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ആ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയായിരിക്കും. ഇനി പീരിയഡ് എന്ന് പറയുന്നത് അതിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ
ആയിരിക്കും, ആ നമ്പർ ആയിരിക്കും അതിന്റെ പീരിയഡ് നമ്പർ ആയിട്ട് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4s2 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിച്ചിരിക്കുന്നതെങ്കിൽ 4 ആണ് പീരിയഡ്, ബ്ലോക്ക് എസ് ആണ്, ഗ്രൂപ്പ് 2 ആണ്. ഓക്കെ, ഇനി പി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് പി ഓർബിറ്റലിലാണെങ്കിൽ നമുക്ക് അത് പി ബ്ലോക്ക് എലമെന്റ് ആണെന്ന് പറയാം. അവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ തന്നെയാണ് നമ്മൾ അതിന്റെ പീരിയഡ് നമ്പർ ആയിട്ട് എടുക്കുന്നത്. ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 10 പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെല്ലാണ്. 10 പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, വാലൻസ് ഷെല്ലിലുള്ളതാണ്, ശ്രദ്ധിക്കണം. 10 പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ് 3p5 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നത്. ഇപ്പോൾ അറ്റോമിക് നമ്പർ 17 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ 1s2 2s2 2p6 3s2 3p5 എന്നായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. 3p5 വാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് പി ഓർബിറ്റലിലാണ്. അപ്പോൾ ബ്ലോക്ക് പി ബ്ലോക്ക് ആയിരിക്കും. 3p5 എന്നാണ്, അപ്പോൾ പീരിയഡ് 3 ആയിരിക്കും. ഗ്രൂപ്പ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 10 പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെല്ലാണ്. അപ്പോൾ 10 പ്ലസ് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 3s2 3p5, തേർഡ് ഷെല്ലിലുള്ളത് ആകെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 3s2 3p5 ആണ്. വാലൻസ് ഷെൽ, തേർഡ് ഷെല്ലില് s2p5, ആകെ 7 ഇലക്ട്രോൺസ് ആണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10 പ്ലസ് 7 17th ഗ്രൂപ്പിലായിരിക്കും അത് ഉൾപ്പെടുന്നത്. ഓക്കെ, ഈ ഡി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഡി ഓർബിറ്റലിലാണെങ്കിൽ നമ്മളതിന് ഡി ബ്ലോക്ക്, അതിന്റെ ബ്ലോക്ക് ഡി ആയിരിക്കും. അതുപോലെ പീരിയഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആയിരിക്കും പീരിയഡ് ആയിട്ട് വരുന്നത്. ഇനി ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഡി ഓർബിറ്റൽ പ്ലസ് 2 അല്ലേ? 2 പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഡി ഓർബിറ്റൽ ആയിരിക്കും അതിന്റെ ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല. ഒരു എക്സാമ്പിൾ പറയാം. 3d5 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നതെങ്കിൽ അറ്റോമിക് നമ്പർ 25. ഇപ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 3d5 എന്ന് വരും അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ അതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്? 3d5 എന്നാണ് അവസാനിച്ചത്. അപ്പോൾ ഡിയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത്. അപ്പോൾ ബ്ലോക്ക് ഡി ആണ്, ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. 3d5 എന്നാണ്, അപ്പോൾ പീരിയഡ് 3 ആണ്. 5 ലാസ്റ്റ് ഡി ഓർബിറ്റൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 5 ആണ്. അപ്പോൾ 5 പ്ലസ് 2 17th ഗ്രൂപ്പിലാണ് എലമെന്റ് ഉൾപ്പെടുന്നത്. ഗ്രൂപ്പിന്റെ എണ്ണം, അതായത് ഗ്രൂപ്പ് 7 ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ഗ്രൂപ്പാണ്, ഏത് പീരിയഡ് ആണ്, ഏത് ബ്ലോക്ക് ആണെന്ന് നമുക്ക് ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഓരോ പ്രോപ്പർട്ടീസിന്റെ പീരിയോഡിക് പ്രോപ്പർട്ടീസ്, അതിന്റെ ട്രെൻഡ് എന്താണ്, ഒരു പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് പ്രോപ്പർട്ടീസ് ഒരു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിൽ ആദ്യം അറ്റോമിക് റേഡിയസിന്റെ കേസാണ്. ആറ്റത്തിന്റെ സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് ഒരു പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും കുറഞ്ഞു വരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഗ്രാഫ് കാണാൻ പറ്റും. സെക്കൻഡ് പീരിയഡ് എലമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ. ഇവിടെ ലിഥിയത്തിൽ നിന്ന് ഫ്ലൂറിനിലേക്ക് വരും തോറും അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ സൈസ് കുറഞ്ഞു വരുന്നു. എന്താണ് അതിന് കാരണം? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജിന്റെ അളവ് കൂടി വരുന്നു. അപ്പൊ അതെന്ത് ചെയ്യുന്നു? വാലൻസ് ഇലക്ട്രോണിനെ വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ളിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ സൈസ് കുറയുന്നു. അപ്പോൾ ഒരു പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നു. കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്. നിങ്ങൾ ഇവിടെ കണ്ടു, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, അങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും എന്താ സംഭവിക്കുന്നത്? അറ്റോമിക് റേഡിയസ് കൂടി വരുന്നു. എന്താണ് അതിന് കാരണം? ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഷെല്ലുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നു.
അല്ലേ? ലിഥിയത്തിലാകുമ്പോൾ സെക്കൻഡ് ഷെല്ലാണ്, അത് സോഡിയത്തിലേക്ക് പോകുമ്പോൾ തേർഡ് ഷെല്ല്, പൊട്ടാസ്യത്തിലേക്ക് പോകുമ്പോൾ ഫോർത്ത് ഷെല്ല്, അങ്ങനെ ഷെല്ലിന്റെ എണ്ണം കൂടി വരുന്നു. ഷെല്ലുകളുടെ എണ്ണം കൂടി വരുന്നതിനനുസരിച്ച് ഷീൽഡിംഗ് എഫക്റ്റും കൂടുന്നു. അപ്പോൾ ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്. എന്താ അതിന് കാരണം? നമ്പർ ഓഫ് ഷെൽസ് ആൻഡ് ഷീൽഡിംഗ് എഫക്ട് ഇൻക്രീസസ്. ഷെല്ലുകളുടെ എണ്ണവും ഷീൽഡിംഗ് എഫക്റ്റും ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെ? ഷീൽഡിംഗ് എഫക്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ന്യൂക്ലിയസിന് ഏറ്റവും പുറത്തുള്ള വാലൻസ് ഇലക്ട്രോണിന്മേലുള്ള ഇൻഫ്ലുവൻസ് വളരെ കുറവാകും. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളിലേക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയാതെ വരും. ഓക്കെ, ഇനി അടുത്തത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണെന്നാണ് പഠിക്കുന്നത്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആറ്റംസ് ആൻഡ് അയോൺസ് കണ്ടെയ്നിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയ ആറ്റങ്ങളെ അല്ലെങ്കിൽ അയോണുകൾക്ക് പറയുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഫോർ എക്സാമ്പിൾ Na+, Mg2+, Al3+, F-, O2-, N3-, ഇവയിലെല്ലാം ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. അപ്പൊ ഇതിനെയെല്ലാം നമുക്ക് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കാം. കാരണം അതിലെല്ലാം ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. അപ്പൊ അതെല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണെന്ന് പറയാം. അപ്പൊ എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്? ആറ്റംസ് ആൻഡ് അയോൺസ് കണ്ടെയ്നിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഇനി ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളെ, ഇതിലെല്ലാം ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് അറ്റോമിക് റേഡിയസിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. കാറ്റയോണിലുള്ള ചാർജിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് സൈസ് കുറഞ്ഞു വരും. കാറ്റയോൺ, അതായത് പോസിറ്റീവ് ചാർജിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് സൈസ് കുറഞ്ഞു വരുന്നു. ആനയോണിന്റെ കേസിൽ ചാർജ് കൂടുന്നതിനനുസരിച്ച് സൈസ് കൂടി വരും. അതായത് നെഗറ്റീവ് ചാർജിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് സൈസ് കൂടി വരുമെന്ന് പറയാം. ഓക്കെ, അപ്പൊ സൈസ് നമുക്ക് ഏറ്റവും കാറ്റയോണിൽ തന്നെ ഏറ്റവും ചാർജ് കൂടിയ Al3+ന് ഏറ്റവും സൈസ് കുറവായിരിക്കും. അതിനേക്കാളും കൂടുതലായിരിക്കും Mg2+ന്, അതിനേക്കാളും കൂടുതലായിരിക്കും Na+ന്, അതിനേക്കാളും കൂടുതലായിരിക്കും F-ന്, O2-ന്, N3-ന്. അപ്പോൾ കാറ്റയോണിലെ ഏറ്റവും ചാർജ് കൂടിയ ആൾക്ക് ഏറ്റവും അറ്റോമിക് റേഡിയസ് കുറവായിരിക്കും. ആനയോണിലെ ചാർജ് ഏറ്റവും കൂടിയ ആൾക്ക് അറ്റോമിക് റേഡിയസ് ഏറ്റവും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത പ്രോപ്പർട്ടി അയോണൈസേഷൻ എനർജിയാണ്. എന്താണ് അയോണൈസേഷൻ എനർജി എന്ന് നമ്മൾ പഠിച്ചത്? ദ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. ഒരു ആറ്റത്തിൽ നിന്ന് അതിന്റെ വാലൻസ് ഇലക്ട്രോണിനെ, അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിക്ക്, ദ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം, അല്ലെ? അതിനാവശ്യമായ എനർജിക്ക് പറയുന്ന പേരാണ് അയോണൈസേഷൻ എനർജി. അയോണൈസേഷൻ എനർജി ഒരു പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ഇൻക്രീസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗ്രാഫ്. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, അങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും അയോണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്തു വരുന്നു. എന്താണ് അതിന് കാരണം? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ഇൻക്രീസ് ചെയ്യുകയാണ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു, സൈസ് ഡിക്രീസ് ചെയ്യുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അയോണൈസേഷൻ എൻതാൽപ്പി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. ഓക്കെ, എന്നാൽ ഇവിടെ ഈ ഗ്രാഫിൽ രണ്ട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ രണ്ട് വേരിയേഷൻസ് കാണാൻ പറ്റും. ബെറിലിയത്തിൽ നിന്ന് ബോറോണിലേക്ക് പോകുമ്പോഴും നൈട്രജനിൽ നിന്ന് ഓക്സിജനിലേക്ക് വരുമ്പോഴും കൂടുന്നതിന് പകരം കുറയുന്നതായിട്ട് കാണാൻ പറ്റും. എന്താണ് അതിന് കാരണം? ബെറിലിയത്തിൽ നിന്ന് ബോറോണിലേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യുന്നു. അതിന് കാരണം ബെറിലിയത്തിന്റെ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ബെറിലിയം 1s2 2s2 എന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അയോണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ബോറോണിലേക്ക് പോകുമ്പോൾ 1s2 2s2 2p1 എന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് മാറും. അപ്പോൾ അവിടെയുള്ള ആ p ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വളരെ കുറഞ്ഞ എനർജി കൊടുത്താൽ മതിയാവും. കാരണം ആ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയ 1s2 2s2 എന്ന കോൺഫിഗറേഷനിലേക്ക് മാറും. അതുകൊണ്ട് സ്റ്റേബിൾ ആവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അയോണൈസേഷൻ എനർജി കൊടുക്കുമ്പോഴേക്ക് ആ p ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റും ബോറോണിന്. അതുകൊണ്ട് ബെറിലിയത്തെ കമ്പയർ ചെയ്യുമ്പോൾ ബോറോണിന്റെ അയോണൈസേഷൻ എനർജി വളരെ കുറവാണ്. ഇനി നൈട്രജനിൽ നിന്ന് ഓക്സിജനിലേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എനർജി ഡിക്രീസസ് ഫ്രം നൈട്രജൻ ടു ഓക്സിജൻ. ഇവിടെ നൈട്രജന്റെ കേസിൽ അറ്റോമിക്
നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p3 എന്നാണ്. 2p3 എന്ന സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിങ്ങൾക്കറിയാം പി ഓർബിറ്റലിൽ 6 ഇലക്ട്രോണുകളാണ് പോവുക. ഇവിടെ പി ഓർബിറ്റലിൽ 3 ഇലക്ട്രോൺ ആണ്. ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഉള്ളത്. അപ്പോൾ അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. കാരണം സ്റ്റേബിൾ ആയ ഒരു കോൺഫിഗറേഷനിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞത് ഹൈ എമൗണ്ട് ഓഫ് എനർജി ആവശ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവിടെ ഹൈ അയണൈസേഷൻ എനർജി ആയിരിക്കും നൈട്രജന്റെ കേസിൽ ഉണ്ടാവുക. എന്നാൽ ഓക്സിജനിലേക്ക് വരുമ്പോൾ 1s2 2s2 2p4 എന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ആ 4th ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ അതിന് സ്റ്റേബിൾ ആയ നൈട്രജന്റെ കോൺഫിഗറേഷനിലേക്ക് മാറാൻ പറ്റും. 2p3 എന്ന ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനിലേക്ക് മാറാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഓക്സിജന് കൂടുതലായിരിക്കും, അല്ലേ? അപ്പൊ നമുക്ക് പറയാം ഓക്സിജന്റെ കേസിൽ വളരെ കുറഞ്ഞ അയണൈസേഷൻ എനർജി കൊടുത്താൽ തന്നെ ആ വാലൻസ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നൈട്രജനെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജന്റെ കേസിൽ അയണൈസേഷൻ എനർജി കുറവാണ്. ഇനി ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യുന്നു. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഇങ്ങനെ വരും തോറും അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യുന്നു. അതിന് കാരണം അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു, ഷീൽഡിംഗ് എഫക്റ്റും ഇൻക്രീസ് ചെയ്യുന്നു. അറ്റോമിക് റേഡിയസ് കൂടുന്നു, അതിനനുസരിച്ച് ഷീൽഡിംഗ് എഫക്റ്റും കൂടുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ന്യൂക്ലിയസിന്റെ വാലൻസ് ഇലക്ട്രോണിന്മേലുള്ള ഇൻഫ്ലുവൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ വളരെ കുറഞ്ഞ അയണൈസേഷൻ എനർജി കൊടുത്താൽ തന്നെ നമുക്ക് ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും കൊടുക്കേണ്ട അയണൈസേഷൻ എനർജിയുടെ അളവ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ ഫസ്റ്റ് അയണൈസേഷൻ എനർജി വളരെ കുറവാണ്, എന്നാൽ സെക്കൻഡ് അയണൈസേഷൻ എനർജി വളരെ കൂടുതലാണ്. ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ, ഇപ്പൊ സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജി, അതായത് ഫസ്റ്റ് അയണൈസേഷൻ എനർജി വളരെ കുറവാണ്. കാരണം എന്താണ്? അതിന്റെ വാലൻസ് ഷെല്ലിലുള്ള ആ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ അതിന് സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിലേക്ക് മാറാൻ പറ്റും, അല്ലെ? ആ വാലൻസ് ഷെല്ലിൽ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്റ്റേബിൾ ആവാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അയണൈസേഷൻ എനർജി കൊടുക്കുമ്പോഴേക്ക് ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ എനർജി വളരെ കുറവാണ്, എന്നാൽ സെക്കൻഡ് അയണൈസേഷൻ എനർജി വളരെ കൂടുതലാണ്. എന്താ കാരണം? ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആയിട്ട് മാറി, സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് മാറി. ഇനി ആ സ്റ്റേബിൾ ആയ സ്റ്റേറ്റിൽ നിന്ന് രണ്ടാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കൂടുതൽ എനർജി ആവശ്യമായ കാര്യമാണ്. അപ്പൊ സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് അയണൈസേഷൻ എനർജി കൊടുക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ ഫസ്റ്റ് അയണൈസേഷൻ എനർജി വളരെ കുറവാണ്, എന്നാൽ സെക്കൻഡ് അയണൈസേഷൻ എനർജി വളരെ കൂടുതലാണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്? The energy released when an isolated gaseous atom changed into an anion by accepting one electron. ഒരു ആറ്റം ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് ഒരു ആനയോൺ ആയിട്ട് മാറുന്ന സമയത്ത് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന എനർജിക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഒരു പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ഇൻക്രീസ് ചെയ്യുന്നു. എന്തായിരിക്കും കാരണം? അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നു, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ഒരു പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുകയും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നത് കാരണം അതിന് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് ഒരു ആനയോൺ ആയിട്ട് മാറാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ ആനയോൺ ആയിട്ട് മാറുമ്പോൾ അത് റിലീസ് ചെയ്യുന്ന എനർജി വളരെ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരും തോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസസ് ബിക്കോസ് atomic radius decreases and nuclear charge increases. Okay, ഇനി എന്നാൽ നോബിൾ ഗ്യാസിന്റെ കേസിൽ അതിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് ആണ്. എന്തായിരിക്കും കാരണം? നോബിൾ ഗ്യാസിന്റെ കേസിൽ അതിന് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും.
മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് എന്ത് മാറ്റമാണ് നടക്കുന്നത്? ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിക്രീസസ്. എന്തായിരിക്കും കാരണം? മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്ത് വരികയാണ്, ഷീൽഡിംഗ് എഫക്റ്റും ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അറ്റോമിക് റേഡിയസും ഷീൽഡിംഗ് എഫക്റ്റും കൂടുന്നത് കാരണം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയുന്നു എന്ന് പറയും. എന്നാൽ ഫ്ലൂറിനിൽ നിന്ന് ക്ലോറിനിലേക്ക് വരുമ്പോൾ ജനറൽ ട്രെൻഡ് വെച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയണം. എന്നാൽ ഫ്ലൂറിനിൽ നിന്ന് ക്ലോറിനിലേക്ക് വരുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുന്നു. എന്തായിരിക്കും അതിന് കാരണം? ഇതിന്റെ കേസിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് സെക്കൻഡ് ഷെല്ലിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ സെക്കൻഡ് ഷെല്ലിന്റെ കേസിൽ ഷെല്ലിന്റെ സൈസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ റിപ്പൽഷൻ കൂടുതലായിരിക്കും, അല്ലെ? ഫ്ലൂറിന്റെ കേസിൽ അറ്റോമിക് നമ്പർ 9 ആണ്, 2, 7 എന്ന കോൺഫിഗറേഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ ആ സെക്കൻഡ് ഷെല്ലിലേക്കാണ് ഇനി പുതിയതായിട്ട് ഗെയിൻ ചെയ്യുന്ന ഇലക്ട്രോൺ വരുന്നത്. സെക്കൻഡ് ഷെല്ലിന്റെ കേസിൽ ഷെല്ലിന്റെ സൈസ് വളരെ കുറവാണ്. അവിടെ ഓൾറെഡി 7 ഇലക്ട്രോൺ ഉണ്ട്. അതിലേക്ക് ഒരു ഇലക്ട്രോൺ കൂടി വരുമ്പോൾ ഇലക്ട്രോൺ റിപ്പൽഷൻ കൂടുന്നു. എന്നാൽ ക്ലോറിന്റെ കേസിൽ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ വരുന്നത് തേർഡ് ഷെല്ലിലേക്കാണ്. തേർഡ് ഷെല്ലിന്റെ കേസിൽ ഷെല്ലിന്റെ സൈസ് കുറച്ചുകൂടെ കൂടുതലാണ്. അവിടെ ഓൾറെഡി 7 ഇലക്ട്രോൺ ഉണ്ട്. എന്നാൽ ഷെല്ലിന്റെ സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ ആ വരുന്ന ഇലക്ട്രോൺ റിപ്പൽഷൻ കൂടാൻ കാരണമാകുന്നില്ല. കാര്യമായിട്ടുള്ള ഒരു ഇലക്ട്രോൺ റിപ്പൽഷൻ അവിടെ കൂടുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്ലൂറിനെക്കാളും ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ക്ലോറിനായിരിക്കും കൂടുതൽ. ഫ്ലൂറിന്റെ കേസിൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ റിപ്പൽഷൻ കൂടുന്നു. എന്നാൽ ക്ലോറിന്റെ കേസിൽ അവിടെ തേർഡ് ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഷെല്ലിന് സൈസ് കൂടുതലായതുകൊണ്ട് ഇലക്ട്രോൺ റിപ്പൽഷൻ കുറവായിരിക്കും. അപ്പൊ നമുക്ക് പറയാം ഫ്ലൂറിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്ലോറിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലാണ്. ഓക്കെ, കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ? ഫ്ലൂറിന്റെ കേസിൽ ഇലക്ട്രോൺ റിപ്പൽഷൻ കൂടുതലായിരിക്കും, കാരണം സെക്കൻഡ് ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ വരുന്നത്. ക്ലോറിന്റെ കേസിൽ തേർഡ് ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ വരുന്നത്. ഷെല്ലിന്റെ സൈസ് കൂടുതലായതുകൊണ്ട് ഇലക്ട്രോൺ റിപ്പൽഷൻ ഫ്ലൂറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അതുകൊണ്ട് ഫ്ലൂറിനെക്കാളും ക്ലോറിനാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരിയഡ് എലമെന്റ്. സെക്കൻഡ് പീരിയഡ് എലമെന്റ് അത് ഉൾപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പിലെ ബാക്കി എലമെന്റിൽ നിന്ന് പ്രോപ്പർട്ടീസിൽ കാണിക്കുന്ന ചില മാറ്റങ്ങളെയാണ് അതിന്റെ അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിലെ ആദ്യത്തെ എലമെന്റ് ആയ ലിഥിയം. നമുക്കറിയാം ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റുകളും സെയിം പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുക, അല്ലെ? എന്നാൽ ലിഥിയം മാത്രം ബാക്കിയുള്ള എലമെന്റുകളെ, ആ ഗ്രൂപ്പിലുള്ള ബാക്കി എലമെന്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസിൽ ചില ഡിഫറൻസസ് കാണിക്കുന്നു. അതിനെയാണ് അനോമലസ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ലിഥിയത്തിന്റെ ചില അനോമലസ് പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ലിഥിയം വളരെ ഹാർഡായ ഒരു എലമെന്റ് ആണ്. എന്നാൽ ബാക്കി എല്ലാ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകളും വളരെ സോഫ്റ്റ് ആണ്. ലിഥിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ലിഥിയം മോണോക്സൈഡ് ഫോം ചെയ്യുന്നു. എന്നാൽ ബാക്കിയുള്ള എലമെന്റുകളെല്ലാം പെറോക്സൈഡ്സോ സൂപ്പർ ഓക്സൈഡ്സോ ആണ് ഫോം ചെയ്യുന്നത്. ബാക്കിയുള്ള എലമെന്റുകളൊന്നും മോണോക്സൈഡുകൾ ഫോം ചെയ്യുന്നില്ല. ലിഥിയം നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രൈഡ് ഫോം ചെയ്യുന്നു. എന്നാൽ ബാക്കിയുള്ള എലമെന്റുകൾക്ക് നൈട്രജനുമായിട്ട് റിയാക്ഷൻ ഇല്ല. അപ്പൊ ഇങ്ങനെ ലിഥിയം മാത്രം ചില പ്രത്യേക പ്രോപ്പർട്ടീസ് കാണിക്കുന്നു, ബാക്കി എലമെന്റുകളിൽ നിന്നും വ്യത്യാസമുള്ള ചില പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. അതിനാണ് അനോമലസ് ബിഹേവിയർ ഓഫ് സെക്കൻഡ് പീരിയഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പിൽ ബെറിലിയം ബാക്കിയുള്ള ആ ഗ്രൂപ്പിലുള്ള എലമെന്റുകളിൽ നിന്ന് പ്രോപ്പർട്ടീസിൽ ചില ഡിഫറൻസസ് കാണിക്കുന്നു. അതാണ് അതിന്റെ അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സെക്കൻഡ് പീരിയഡ് എലമെന്റ് ഇങ്ങനെ അനോമലസ് ബിഹേവിയർ കാണിക്കാൻ കാരണം? ബാക്കിയുള്ള എലമെന്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സൈസ് വളരെ ചെറുതാണ്, അതിന്റെ ചാർജ് റേഡിയസ് റേഷ്യോ വളരെ കൂടുതലാണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും വളരെ കൂടുതലാണ്. അതുപോലെ ഡി ഓർബിറ്റലിന്റെ അവൈലബിലിറ്റി ഇല്ല, അല്ലെ? സെക്കൻഡ് പീരിയഡ് എലമെന്റുകൾ ആകുമ്പോൾ അവിടെ ഡി ഓർബിറ്റൽ ഉണ്ടായിരിക്കില്ല. തേർഡ് പീരിയഡിലേക്ക് വരുമ്പോഴേ, തേർഡ് ഷെല്ലിലേക്ക് വരുമ്പോഴേ ഡി ഓർബിറ്റൽ വരുന്നുള്ളൂ. അതുകൊണ്ട് വാലൻസ് ഓർബിറ്റലുകളുടെ എണ്ണം കുറവായതുകൊണ്ടും ഈ അനോമലസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പൊ അനോമലസ് ബിഹേവിയർ കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്മോൾ സൈസ്, ലാർജ് ചാർജ് റേഡിയസ് റേഷ്യോ, ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അവൈലബിലിറ്റി ഓഫ് ലെസർ വാലൻസ് ഓർബിറ്റൽ. ഓക്കെ, ഇനി അടുത്തതായി പഠിക്കാനുള്ളത് ഡയഗണൽ റിലേഷൻഷിപ്പ് ആണ്. എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലിഥിയം മഗ്നീഷ്യവുമായിട്ട്, അതായത് തൊട്ടടുത്ത പീരിയഡിലെ ഡയഗണൽ പൊസിഷനിലുള്ള എലമെന്റുമായിട്ട്, ബെറിലിയം അലൂമിനിയവുമായിട്ട്, കാർബൺ ഫോസ്ഫറസുമായിട്ട്, ബോറോൺ സിലിക്കണുമായിട്ട്. അപ്പൊ സെക്കൻഡ് പീരിയഡിലുള്ള എലമെന്റ് തൊട്ടടുത്ത പീരിയഡിലെ ഡയഗണൽ പൊസിഷനിലുള്ള എലമെന്റുമായിട്ട് അതിന്റെ പ്രോപ്പർട്ടീസിൽ കാണിക്കുന്ന സിമിലാരിറ്റിക്ക് പറയുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പിന്റെ റീസൺ എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഡയഗണൽ റിലേഷൻഷിപ്പിന് കാരണം ഓൾമോസ്റ്റ് സെയിം സൈസ് ആയിരിക്കും. അതായത് സെക്കൻഡ് പീരിയഡിലുള്ള എലമെന്റ് തൊട്ടടുത്ത പീരിയഡിലെ ഡയഗണൽ പൊസിഷനിലുള്ള എലമെന്റുമായിട്ട് ഓൾമോസ്റ്റ് സെയിം സൈസും സെയിം അയോണൈസേഷൻ എൻതാൽപ്പിയും സെയിം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ബാക്കിയുള്ള പ്രോപ്പർട്ടീസിലും സിമിലാരിറ്റീസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയഗണൽ റിലേഷൻഷിപ്പിന്റെ മെയിൻ റീസൺ സെയിം സൈസ്, സെയിം അയോണൈസേഷൻ എൻതാൽപ്പി, സെയിം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്താ നമ്മൾ പറഞ്ഞു. ഒരു എക്സാമ്പിൾ ആയിട്ട് ലിഥിയവും മഗ്നീഷ്യവും തമ്മിലുള്ള ചില ഡയഗണൽ റിലേഷൻഷിപ്പ് എന്തൊക്കെയെന്ന് നോക്കാം. ലിഥിയവും മഗ്നീഷ്യവും പ്രോപ്പർട്ടീസിൽ ചില സിമിലാരിറ്റീസ് കാണിക്കുന്നു നമ്മൾ പറഞ്ഞു, അതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ലിഥിയവും മഗ്നീഷ്യവും ഹാർഡർ എലമെന്റ്സ് ആണ്. നമ്മൾ പറഞ്ഞു നേരത്തെ ലിഥിയം ഹാർഡ് ആണെന്നോ, അതേപോലെ മഗ്നീഷ്യവും വളരെ ഹാർഡ് ആയ ഒരു എലമെന്റ് ആണ്. ലിഥിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും വാട്ടറിൽ ലെസ് സൊല്യൂബിൾ ആണ്. ലിഥിയം ഓക്സൈഡും അതുപോലെ മഗ്നീഷ്യം ഓക്സൈഡും, അതുപോലെ ലിഥിയത്തിന്റെ ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യത്തിന്റെ ഹൈഡ്രോക്സൈഡും വാട്ടറിൽ സൊല്യൂബിലിറ്റി കുറവാണ്. ലിഥിയവും മഗ്നീഷ്യവും നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രൈഡ് ഫോം ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഡയഗണൽ റിലേഷൻഷിപ്പിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതുപോലെ വേറൊരു ഡയഗണൽ റിലേഷൻഷിപ്പാണ് ലിഥിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും കാർബണേറ്റ് അൺസ്റ്റേബിൾ ആണ്. അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് പോകുന്നു. മറ്റുള്ള എലമെന്റുകളുടെ കാർബണേറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ലിഥിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും കാർബണേറ്റ് പെട്ടെന്ന്, അതായത് ഹീറ്റ് ചെയ്യുമ്പോഴേക്കും ഡീകമ്പോസ് ചെയ്ത് പോകുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, ഇലക്ട്രോ നെഗറ്റിവിറ്റി. നേരത്തെ നമ്മൾ വിട്ടുപോയ ഒരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ദ ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ഇൻ എ മോളിക്യൂൾ ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ്സെൽഫ്. അല്ലെ, ഒരു മോളിക്യൂളിലെ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയറിനെ അതിനടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു എലമെന്റിന്റെ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പീരിയഡിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും കൂടിക്കൂടി വരുന്നു. അതിന് കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടിക്കൂടി വരുന്നു. നമ്മൾ പറഞ്ഞു ഒരു പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ഈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കാരണം ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. കാരണം റേഡിയസ് കൂടി വരുന്നു. അല്ലെ, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്ത് വരുന്നു. ഓക്കെ, ഇനി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മെഷർ ചെയ്യുന്നതിനുള്ള ചില സ്കെയിലുകളാണ്. ഒരുപാട് സ്കെയിൽസ് യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മെഷർ ചെയ്യുന്നതിന്. പോളിംഗ് സ്കെയിൽ, മുള്ളിക്കൺ ജാഫെ സ്കെയിൽ, ഇങ്ങനെയുള്ള പല സ്കെയിലുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രണ്ട് സ്കെയിലുകളാണ് പോളിംഗ് സ്കെയിലും മുള്ളിക്കൺ ജാഫെ. അപ്പോൾ ഇത്രയുമാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ്. മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിൾ, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, മോഡേൺ പീരിയോഡിക് ലോ, മോഡേൺ പീരിയോഡിക് ടേബിൾ, അതിന്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ അറ്റോമിക് നമ്പർ 100ന് മുകളിലുള്ള എലമെന്റുകളുടെ നെയിമിങ്, ദെൻ അറ്റോമിക് റേഡിയസ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിന്റെ പീരിയോഡിക് ട്രെൻഡ്. അതായത് ഒരു പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോഴും ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴും എന്ത് മാറ്റമാണ് ഈ പ്രോപ്പർട്ടീസിൽ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം. അതുപോലെ അനോമലസ് ബിഹേവിയർ ഓഫ് സെക്കൻഡ് പീരിയഡ് എലമെന്റ്, ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഓക്കെ.